ഹലോ എവരിവൺ. ക്രിസ്പർ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഫിസിക്സിനെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഈ ഒരു വീഡിയോ നമ്മളൊരു അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. 2017 തൊട്ട് 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വെയിറ്റേജ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ചാപ്റ്റർ വെയിറ്റേജ് അനാലിസിസും എങ്ങനെ നമുക്കൊരു സ്മാർട്ട് സ്ട്രാറ്റജി ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഇൻസൈറ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ബയോളജിയുടെ അനാലിസിസ് ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, മാത്സിൻ്റെതും കെമിസ്ട്രീൻ്റെതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നമ്മളുടെ ടീം സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡാറ്റയാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും കാണാൻ പറ്റും. ഓരോ വർഷവും ഓരോ ചാപ്റ്ററിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡാറ്റ, ഇതിൽ നിന്നും എന്റെ അനാലിസിസും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഡാറ്റ ഇതുപോലെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇത് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് അവിടെ നേരിട്ട് കണ്ട് അനലൈസ്, നിങ്ങൾക്ക് സ്വയം ഒരു അനാലിസിസ് നടത്താവുന്നതാണ്. അപ്പൊ ഈ ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. ആൻഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞ നമ്മളുടെ മെക്കാനിക്സിന്റെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയുന്നത്. ഇനി റേ ഓപ്റ്റിക്സിൽ നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് വളരെ അധികം ഒരു ട്രെൻഡ് നമുക്ക് റേ ഓപ്റ്റിക്സിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലത്തെ കുറച്ച് കീ ടേക്ക് അവേ ഇൻസൈറ്റുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്വയമുള്ള അനാലിസിസ് സ്വയം എന്തായാലും നടത്തണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മുന്നിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ അനാലിസിസ് വെക്കുന്നത്, അത് എങ്ങനെയാണ് മാറ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഫിസിക്സ് IIT-യിലുള്ള, അതായത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുക. അതായത് ഏകദേശം 60 തൊട്ട് 65% ക്വസ്റ്റ്യൻസും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതായത് കുറച്ച് ചാപ്റ്റേഴ്സ്, കുറച്ച് കോർ ടോപ്പിക്കുകൾ ഉണ്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള. ആ കോർ ടോപ്പിക്കുകളിൽ നിന്നാണ് 60 to 65% ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പം ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമുക്കറിയാം 4 സബ്ജക്റ്റ് ഉള്ള വലിയൊരു സിലബസ് കവർ ചെയ്യുന്ന ഒരു എക്സാം ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പം ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, 4 സബ്ജക്റ്റുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഏറ്റവും മികച്ച സ്ട്രാറ്റജി. അപ്പൊ നമുക്ക് 4 സബ്ജക്റ്റ് പഠിക്കാനുണ്ട്, സിലബസ് വാസ്റ്റ് ആണ്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ എല്ലാം അങ്ങ് ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല. സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷന്റെ രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എവിടെ പഠിക്കണം, എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യരുത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പഠനമാണ്. ആ കാര്യമാണ് ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഏറ്റവും വലിയ ബിഗ് 3 ഡോമിനേറ്റിംഗ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് അടങ്ങുന്ന ഇലക്ട്രോസ്റ്റാറ്റിക്സ് 23 ക്വസ്റ്റ്യൻസ് ടോട്ടൽ വന്നിട്ടുണ്ട്. നോക്കടാ, കഴിഞ്ഞ 9 വർഷം വന്നത് 23 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മസ്റ്റ് ആണ് നമ്മുടെ ലിസ്റ്റിൽ. പിന്നെ മെക്കാനിക്കൽ ആയിട്ടുള്ള മെക്കാനിക്സിലെ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ ചാപ്റ്റേഴ്സ് ഏതാണ്? വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. ആൻഡ് റേ ഓപ്റ്റിക്സ് ഷോർട്ട് ടോപ്പിക് ആണ്. 2022 തൊട്ടിട്ട് എല്ലാ ഇയറിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും റേ ഓപ്റ്റിക്സിൽ. അപ്പൊ ഇതാണ് കോർ, അല്ലെങ്കിൽ നിങ്ങളെ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട
സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്തുകൊണ്ടാണ് നമ്മൾ കിങ് എന്ന് വിളിക്കാനുള്ള കാരണം? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പ്ലസ് അതിന്റെ കപ്പാസിറ്റൻസ്, അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. എല്ലാ ഇയറിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് മിക്കവാറും കോൺസെപ്റ്റ്സ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പറ്റുക. ആൻഡ് നമുക്കൊരു മെമ്മറൈസേഷൻ കൈൻഡ് ഓഫ് ടൈപ്പ് അല്ലെങ്കിൽ പക്ക ന്യൂമറിക്കൽ ടൈപ്പ്, ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ചോദ്യവും നമുക്ക് ഇതിൽ കാണാറില്ല. അപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നോക്കുകയാണെങ്കിൽ 23 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ അല്ല നമ്മൾ പിന്നെ ആരെയാണ് കിങ് എന്ന് വിളിക്കുക, അല്ലെ? ഇനി മെക്കാനിക്സ് സ്കോർ നോക്കുകയാണെങ്കിൽ അതാണ് റാങ്ക് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. എത്രത്തോളം റാങ്കിനെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ള ഡിസൈഡ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് മെക്കാനിക്സ് സ്കോർ, അല്ലെ? അപ്പൊ വർക്ക് എനർജി പവർ ഉണ്ട്, അത് ഹൈലി കൺസിസ്റ്റന്റ് ആയിട്ട് പലപ്പോഴും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ചോദിക്കുന്ന ചോദ്യമാണ് വർക്ക് എനർജി പവറിൽ നിന്ന്. അതിലുള്ള എല്ലാ കോൺസെപ്റ്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ റൊട്ടേഷണൽ മെക്കാനിക്സ്, ഹൈ ഈൽഡ് ഇൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. റൊട്ടേഷണൽ മെക്കാനിക്സ് നമുക്ക് 10ഓളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മളുടെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങും തിങ്കിങ്ങുമാണ് കൂടുതൽ ഈ ഒരു എക്സാമിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്തല്ല നമ്മളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി അല്ല. മാത്തമാറ്റിക്കൽ എബിലിറ്റി വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മാത്തമാറ്റിക്കലി എത്രത്തോളം നിങ്ങൾ സ്കിൽഡ് ആണ് എന്നല്ല ഫിസിക്സിൽ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, ദ സബ്ജക്ട് ഫിസിക്സ്, ആ കോർ കോൺസെപ്റ്റുകൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ടാണ് നിങ്ങൾ ആ ബ്രെയിൻ അപ്ലൈ ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എന്നാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തല്ല കുറച്ച് ഫോർമുല മെമ്മറൈസ് ചെയ്ത് കളയുക എന്നൊന്നും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കരുത്. ഇനി കുറച്ച് ഹിഡൻ ജെംസിനെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഈസിയാണ് ആൻഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുമാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഒരു മോഡേൺ ഫിസിക്സിൽ ഡ്യുവൽ നേച്ചർ, ആറ്റം ആൻഡ് ന്യൂക്ലിയർ, ഈ ഒരു 3 നമ്മളൊരു മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ സിലബസ് ആണ്. ആൻഡ് ഇതിന്റെ വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 2 to 3 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് കൂട്ടി നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഈസ് ടു ഈൽഡ് ഒന്ന് കൂട്ടി നോക്ക്. വളരെ കുറച്ച് എഫേർട്ട് എടുത്താൽ തന്നെ 2 to 3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും കിട്ടും. അപ്പൊ ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യന്റെ പ്രത്യേകത, വളരെ അധികം കാൽക്കുലേഷൻ ലോഡൊന്നും ഇതിൽ ഈ ഒരു ചോദ്യങ്ങളിൽ വരാറില്ല. വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡേൺ ഫിസിക്സിൽ നിന്നും ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി ഓസിലേഷന്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഓസിലേഷന് ചോദിച്ച ഓസിലേഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് ഒരു ചെറിയ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരു ട്രെൻഡിന്റെ ഒരു സ്പൈക്ക് ഇവിടെ 2024 കാണാൻ സാധിക്കും. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എന്ന് വേണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അപ്പൊ 2026 പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നെവർ സ്കിപ്പ് ഓസിലേഷൻ ഫോർ 2026 എന്നുള്ള ഒരു അനാലിസിസും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇനി ലോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതല്ലാതെ ഉള്ള ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലോസ് ഓഫ് മോഷനിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറില്ല. ലോസ് ഓഫ് മോഷനിൽ നിന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ അകത്തുള്ള കോൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതിലുപരി ലോസ് ഓഫ് മോഷനിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുന്നത് സാധ്യതയില്ലാത്ത കാര്യമാണ്. ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ആ ചാപ്റ്റർ നോക്കുകയാണെങ്കിലും വളരെ കുറച്ച്, റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ അതിൽ നിന്നും വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നമൊന്നും വരാനില്ല. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ നോക്കുകയാണെങ്കിൽ വളരെ വെയിറ്റേജ് കുറവായിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനി ഡിലീറ്റഡ് ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ NCERT-യിൽ റേഷണലൈസ് ചെയ്ത ടോപ്പിക്കുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് എന്താണ്, NCERT-ന്റെ സിലബസിലാണ്. ആൻഡ് അഡീഷണലി ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തും കൂടെ നോക്കണം, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസും കൂടെ നോക്കി അതിലുള്ള ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ആൻഡ് റാഷണലൈസ് ചെയ്ത NCERT-യിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യവുമില്ല. അതിൽ നിന്നും റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ്
വരുന്നതും കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയായിരിക്കണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിന്റെ പ്രിപ്പറേഷന്റെ ഒരു ഫേസുകൾ എന്തൊക്കെയായിരിക്കണം? അപ്പൊ ഫസ്റ്റ് ഫേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളായിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സും വർക്ക് എനർജി പവർ നിങ്ങൾ പഠിച്ചു തീർത്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ ഫേസിൽ റൊട്ടേഷണൽ മോഷനും റേ ഓപ്റ്റിക്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മൂന്നാമത്തെ ഫേസിൽ മോഡേൺ ഫിസിക്സ്. ഇതാവുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബാഗിൽ നിറച്ച് മാർക്കുകളായി. ഇനി ഫേസ് 4 ഓസിലേഷൻസ്, തെർമോഡൈനാമിക്സ് പോലെയുള്ള എത്രത്തോളം റാങ്ക് നിങ്ങളെ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വാധീനിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. സോ ഇതായിരിക്കണം നിങ്ങളുടെ പഠനത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, ഞാൻ നടത്തുന്ന അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനിലേക്കും എത്തിച്ചേരാവുന്നതാണ്. ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനും വേണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളുടെ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് റെലവെന്റ് ആവുന്നത്. നമ്മളുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി മാത്രമുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും ഉണ്ടാവുന്നതാണ്. സോ ഞാൻ താഴെ നമ്മുടെ കോഴ്സിലേക്കുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റും. ഇനി ഫൈനൽ ടേക്ക് അവേ മെസ്സേജ് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഫിസിക്സിൽ 15 ചോദ്യങ്ങളാണല്ലോ ഉണ്ടാവുക. അതിലൊരു 10 to 12 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. സോ ആ ഒരു 10 to 12 ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഹൈ അക്യുറസിയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ, നമ്മൾ എല്ലാ ചാപ്റ്ററും ഒരുപോലെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇല്ല. ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ അക്യുറസിയോട് കൂടിയിട്ട് 10 to 12 ഫിസിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടുമല്ലോ, അത്ര മതി നിങ്ങൾക്ക് ഐസർ സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ. അല്ലാതെ 15 എണ്ണത്തിൽ 15 എണ്ണം നിങ്ങൾക്ക് ഫിസിക്സ് ചെയ്യാൻ കിട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? യെസ്. സോ ഐസറിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ലെക്കൊന്നുമല്ല, അതൊരു സ്ട്രാറ്റജി ഡ്രിവൺ ആണ്. നമ്മൾ ഡാറ്റകൾ പരിശോധിക്കണം അല്ലെ? ഇപ്പൊ നമ്മൾ പരിശോധിച്ചത് എന്താ? 2017 തൊട്ട് 25 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡാറ്റ. അതിൽ നിന്നും നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നടത്തിയത് എന്താ? അതിന്റെ അനാലിസിസ്. അതിൽ നിന്നും നമ്മൾ സ്ട്രാറ്റജി ഡിവൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി, എന്റെ അനാലിസിസിൽ നിന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്ത് അടിപൊളിയായിട്ട് 2026 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി അടുത്ത വർഷം ഒരു ഐസറിലോ നൈസറിലോ IASയിലോ ഒക്കെ എത്താവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വാല്യുബിൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇനി അല്ല എങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഉള്ള ഒരുപാട് ഐസർ ആസ്പിറൻസ് അടങ്ങിയ നമ്മുടെ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. കേരളത്തിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസിനെ സയന്റിസ്റ്റുകളാക്കുക, റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ള വലിയൊരു മിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണത്. നിങ്ങൾക്ക് അതിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അൾട്ടിമേറ്റ്ലി ഫ്രീ ആയിട്ടാണ് അതിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഐസറിനെ കുറിച്ചും നൈസറിനെ കുറിച്ചും IASനെ കുറിച്ചും അതിലേക്കുള്ള പ്രിപ്പറേഷനെ കുറിച്ചും ഒക്കെ അടിപൊളിയായിട്ട് ഡിസ്കസും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഐസറിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസും അടങ്ങുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.